ഇനി കന്റോൺമെന്റ് ഹൗസ് പ്രതിപക്ഷ നേതാവിന്റെ വസതിയാണത്. അവിടെ നിന്ന് ആർ ശ്രീജിത്ത് കൂടി ചേരുന്നു. ശ്രീജിത്തെ, കന്റോൺമെന്റ് ഹൗസ് ആണല്ലോ ഇതിനെല്ലാം വീതിയാക്കാൻ പോകുന്നു എന്ന് പറയുന്നത്. പറയൂ, ആർക്കാണ്? ആർ സിക്കാണോ, അതല്ല കെ സിക്കാണോ, അതോ ഇനി വീടിക്കാണോ നറുക്ക് വീഴാൻ പോകുന്നത്? SKN, ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ നിൽക്കുന്നത് പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക വസതിയായ കന്റോൺമെന്റ് ഹൗസിലാണ്. ഇവിടെ ഇപ്പോൾ തീർത്തും വിജനമാണ്. പ്രതിപക്ഷ നേതാവ് ഉച്ചയോടുകൂടി മാത്രമേ ഈ കന്റോൺമെന്റ് ഹൗസിലേക്ക് എത്തിച്ചേരുകയുള്ളൂ. അപ്പോഴേക്ക് മാത്രമേ ഇവിടെ പ്രവർത്തകരുടെയും നേതാക്കളുടെയും ഒരു വരവ് പ്രതീക്ഷിക്കുന്നുള്ളൂ. 3 നേതാക്കന്മാരാണ് പ്രധാനമായും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് സാധ്യത കൽപ്പിക്കപ്പെടുന്നത്. അത് KC വേണുഗോപാൽ, VD സതീശൻ, രമേശ് ചെന്നിത്തല എന്നിവർക്കാണ്. ഇനി 1 മണിക്ക് ചേരുന്ന നിയമസഭാ കക്ഷി യോഗത്തിലായിരിക്കും അത് ഹൈക്കമാൻഡ് നിരീക്ഷകരും കേരളത്തിന് ചുമതലയുള്ള AIC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയും തീരുമാനം അനൗൺസ് ചെയ്യുന്നത്. നേരത്തെ നിയമസഭാ കക്ഷി യോഗം ചേർന്നപ്പോൾ നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കാനും മുഖ്യമന്ത്രി നിശ്ചയിക്കാനുള്ള അധികാരം ഹൈക്കമാൻഡിനെ ചുമതലപ്പെടുത്തിക്കൊണ്ടുള്ള പ്രമേയം കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം പാസ്സാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി തീരുമാനമോ വോട്ടെടുപ്പോ ഒന്നും ഈ നിയമസഭാ കക്ഷി യോഗത്തിൽ ആവശ്യമില്ല. കാരണം ഉചിതമായ തീരുമാനമെടുക്കാൻ നേരത്തെ തന്നെ ഈ നിയമസഭാ കക്ഷി കോൺഗ്രസ് നേതൃത്വം ചുമതലപ്പെടുത്തിയതാണ്. അപ്പോൾ ആ തീരുമാനം എന്താണോ ആ തീരുമാനത്തിന്റെ അനൗൺസ്മെന്റും അതിന്റെ അംഗീകാരം നൽകലും മാത്രമാണ് 1 മണിക്ക് ചേരുന്ന ഈ നിയമസഭാ കക്ഷി യോഗത്തിന്റെ കടമ്പ. അല്ലാതെ മറ്റെന്തെങ്കിലുമുള്ള നടപടികളൊന്നും ഇവിടെ ഉണ്ടാകുന്നില്ല. ആ എല്ലാ തീരുമാനവും എടുക്കാനുള്ള അധികാരം ഹൈക്കമാൻഡിനെ ഏർപ്പെടുത്തിക്കൊണ്ടുള്ള പ്രമേയം നേരത്തെ പാസാക്കി. അപ്പോൾ ആരാണ് ആ പ്രഖ്യാപനത്തിലൂടെ കടന്നു വരുന്ന മുഖ്യമന്ത്രി എന്നതാണ് ആകാംക്ഷ. VD സതീശനാണ് ഘടകകക്ഷികളുടെ പിന്തുണ. അദ്ദേഹത്തിന് മറ്റ് പൊതുവികാരവും അനുകൂലമാണ്. എന്നാൽ MLA-മാരുടെ പിന്തുണ മൃഗീയ ഭൂരിപക്ഷം KC വേണുഗോപാലിനുണ്ട്. 63 കോൺഗ്രസ് MLA-മാരിൽ 47 പേരുടെ പിന്തുണയാണ് KC വേണുഗോപാൽ ക്യാമ്പ് അവകാശപ്പെടുന്നത്. അപ്പോൾ MLA-മാരുടെ ഭൂരിപക്ഷത്തെ അവഗണിച്ച് എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും എന്ന പ്രശ്നമുണ്ട്. രമേശ് ചെന്നിത്തല കേരളത്തിലെ ഏറ്റവും സീനിയറായ നേതാവാണ്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ പാർട്ടിയെ നയിച്ച നേതാവാണ്. മാത്രമല്ല ഭരണരംഗത്തും സംഘടനാ രംഗത്തുമൊക്കെ പതിറ്റാണ്ടുകളുടെ അനുഭവ പാരമ്പര്യവും പരിചയസമ്പത്തും ഒക്കെ അദ്ദേഹത്തിന് ഉണ്ട്. അപ്പോൾ ആരെയും തള്ളാനോ കൊള്ളാനോ കഴിയാത്ത സ്ഥിതിയുണ്ട്. ഇവിടെ ഈ നിയമസഭാ കക്ഷി യോഗത്തിൽ കക്ഷി നേതാവിനെ പ്രഖ്യാപിക്കാനായി ഈ യോഗം വിളിക്കുന്നതിന് കാരണം ഇനിയുള്ള അടുത്ത പ്രൊസീജിയറുകൾ വളരെ നിർണായകമാണ്. കാരണം UDF-ന്റെ കക്ഷി നേതാവിനെ തെരഞ്ഞെടുത്താൽ ആ കക്ഷി നേതാവ് MLA-മാരുടെ പിന്തുണ അറിയിച്ചുകൊണ്ട് ലോക്ഭവനിൽ ചെന്ന് ഗവർണർക്ക് കത്ത് കൈമാറണം. ആ പ്രൊസീജിയറിന് വേണ്ടിയാണ് നിയമസഭാ കക്ഷി യോഗവും ഒപ്പം തന്നെ UDF യോഗവും വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി ആരാണെന്ന കാര്യം അറിഞ്ഞാൽ തന്നെ അത്തരം നടപടികൾ വളരെ വേഗത്തിൽ നീങ്ങും. കാരണം സത്യപ്രതിജ്ഞയും മറ്റും ഇനിയും വൈകിക്കൂടാ എന്ന വികാരം മുന്നണിക്കകത്തും കോൺഗ്രസിനകത്തും ഒക്കെ ഉണ്ട്. എന്തായാലും 3 പേരിൽ ആരാണ് എന്നതിന്റെ ആകാംക്ഷ ഇപ്പോഴും അതിന്റെ മുൾമുനയിൽ അതിന്റെ പാരമ്പര്യത്തിൽ നിൽക്കുകയാണ്. എല്ലാ നേതാക്കന്മാരും തങ്ങൾക്ക് സാധ്യതയുണ്ട് എന്ന കാര്യത്തിൽ ഇപ്പോഴും വലിയ ആത്മവിശ്വാസം പുലർത്തുന്നു. അതുകൊണ്ട് തന്നെ ആരാണ് എന്നുള്ള ആ ചോദ്യത്തിന് ഉത്തരം ഉച്ചയ്ക്ക് 1 മണിയോടെ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.